ഇത് ഡെയിലി നിങ്ങൾ പറഞ്ഞോളണം. കാലത്തെണീറ്റ് പറഞ്ഞോളം, രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞോളം. ചില മെഡിസിൻ ഒക്കെ ഉണ്ടല്ലോ, രാവിലെയും വൈകുന്നേരവും കഴിക്കണം എന്നുള്ളത്. ഇതുപോലെ ഇത് 2 നേരം കഴിച്ചോളണം ഈ മരുന്ന്. ഏതൊക്കെയാണ് വാക്കുകൾ? ഇതുപോലെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ രൂപം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട മറ്റൊരു ഭാവമാണ്, അത് നാമം ജപിച്ചാൽ തന്നെ കിട്ടുക, അല്ല കിട്ടില്ല. ഭാരതത്തിലുള്ളത് ആത്മീയതയാണ്. എന്താണ് ആത്മീയത? ആത്മീയത നിൽക്കുന്നത് 3 കാര്യത്തിലാണ്. 1, ബ്രഹ്മത്തെ പ്രാപിക്കുക, പൂർണ്ണത. 2, അതിനു വേണ്ടി അനുഷ്ഠിക്കുന്ന സാധനകളെ ധർമ്മം എന്ന് പറയും. അപ്പം ബ്രഹ്മപ്രാപ്തി, 2 ധർമാനുഷ്ഠാനം. എന്താണ് ധർമാനുഷ്ഠാനം? ഇപ്പൊ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു, നാമം ചൊല്ലുന്നു, അതൊക്കെ എന്താണ്? ഞാൻ ഈ ഭാഗവതം പറയുന്നു, ഇതിന്റെയൊക്കെ പേര് ധർമാനുഷ്ഠാനം. ധർമ്മം എന്ന് പറഞ്ഞാൽ, ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണതയിലേക്കുള്ള യാത്ര. ധർമ്മം എന്നാൽ ആചരണം എന്നാണ് അർത്ഥം. ചരണം, ചരിക്കുക. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് പൂർണ്ണതയെ പ്രാപിക്കാനുള്ള നിങ്ങളുടെ ഒരു പ്രയത്നമാണ്. അപ്പൊ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അനുഷ്ഠാനം വേണം. എന്ത് വേണം? അപ്പൊ എന്താ അനുഷ്ഠാനം? നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രം അത് നിങ്ങളുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം. ഏത് മന്ത്രമാണ് പ്രതിഷ്ഠിക്കേണ്ടത്? ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പം നിങ്ങള് ഇവിടുത്തെ ക്ഷേത്രം, ദേവീ ക്ഷേത്രം, അല്ലെങ്കിൽ ചിലർക്ക് വേറെ കുലദേവതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാരമ്പര്യ ദേവതകളോ ദേവന്മാരൊക്കെ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രം നിങ്ങൾ എപ്പോഴും ഉപാസിക്കണം. അപ്പൊ പലരുടെയും വീടുകളിൽ മച്ചിൽ ഭഗവതി ഉണ്ടാവും. ചിലവരുടെ വീടുകളിലൊക്കെ എന്താ പറയാ, കൃഷ്ണനെ ഉപാസിച്ചവരുണ്ടാവും, സാളഗ്രാമങ്ങൾ വെച്ച് പൂജിച്ചിട്ടുണ്ടാവും. ചിലവര് ശൈവന്മാരായിരിക്കാം, പണ്ട് കാലം മുതൽക്കേ ശിവാരാധന നടത്തിയ കുടുംബമുള്ളവരായിരിക്കാം. ചിലവരാണെങ്കിൽ ദേവിയെ ഉപാസിച്ചവരായിരിക്കാം. ചിലവരാണെങ്കിൽ ഗണപതി ഉപാസിച്ച് വന്നവരുണ്ടാവും. ചിലവര് സുബ്രഹ്മണ്യനെ ഉപാസിച്ചവരുണ്ടാവും. ഉണ്ടാവൂല്ലയോ? ഉണ്ടാവോ? അതിന് പറ്റുന്ന ഒരു മന്ത്രം നമ്മള് എടുത്ത് അത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ പരദേവതയോ കുലദേവതയോ അല്ലെങ്കിൽ ഗ്രാമദേവതയോ ധർമ്മദേവതയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രെഡിക്രി, നിങ്ങളുടെ പാരമ്പര്യ ദേവതയുടെ ഒരു മന്ത്രം നിങ്ങളും ഉപാസിക്കണം നിങ്ങളുടെ മക്കൾക്ക്. ഇതിന്റെ പേരാണ് മന്ത്ര ദീക്ഷ. എന്താ പറയാ, അത് തലമുറകളായിട്ട് നമ്മൾ പങ്കുവെക്കേണ്ടതായിരുന്നു. ഇപ്പൊ നോക്കൂ, ഒരു ശബരിമലയിലെ തന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ മേൽശാന്തി. അപ്പൊ അവിടെ മേൽശാന്തിയുടെ ചാർജ് എടുക്കുന്ന ഒരാൾക്ക് തന്ത്രി അവിടുത്തെ മൂലമന്ത്രങ്ങൾ കേട്ടിട്ടില്ല. മൂലമന്ത്രം എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അവിടുത്തെ അനുഷ്ഠാനങ്ങൾ പറഞ്ഞു കൊടുക്കണം. വേണ്ടേ? കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഗുരുവായൂരിൽ മേൽശാന്തിയായിട്ട് ചാർജ് എടുക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് അവിടുത്തെ തന്ത്രി അവിടുത്തെ മൂലമന്ത്രാദി മന്ത്രങ്ങളൊക്കെ ആ സങ്കല്പങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നതുപോലെ അമ്മമാര് അല്ലെങ്കിൽ പണ്ടുകാലത്ത് അച്ഛനാണ് മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? നമ്മുടെ കുലം അനുഷ്ഠിച്ചു വരുന്ന ആ ഒരു മന്ത്രത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏത് ക്ഷേത്രത്തിൽ പോയാലും അതേ മന്ത്രം ചൊല്ലിയാൽ മതി. ഹിന്ദുക്കൾക്ക് അങ്ങനെയൊക്കെ ഒരു സംശയമുണ്ട്. നമ്മൾ എടുക്കുന്ന മന്ത്രദീക്ഷ തന്നെ ഏത് ക്ഷേത്രത്തിലും ചൊല്ലാം. ഇപ്പൊ ഞാനൊരു ദേവി ഉപാസനാണെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയാൽ അത് ചൊല്ലിയാൽ മതി. മന്ത്രം ഒരിക്കലും നമ്മൾ ദീക്ഷ എടുക്കുന്ന മന്ത്രം ഒരിക്കലും മാറ്റാൻ പാടില്ല. അത് തന്നെ ഉപാസിച്ച് അങ്ങനെ നിങ്ങൾക്ക് മന്ത്രസിദ്ധി വരും. എന്തുവരും? എന്താ മന്ത്രസിദ്ധി? മനസ്സിന് കുറെ കൂടി ആത്മശക്തി കിട്ടും. എന്ത് കിട്ടും? അങ്ങനെ മന്ത്രത്തിലൂടെ മാത്രമേ ആത്മശക്തി കൈവരിക്കാൻ സാധിക്കുള്ളൂ. മറ്റത് ആത്മശക്തിയല്ല, മറ്റതൊക്കെ ഈഗോ ആണ്. അതുകൊണ്ടാണ് ഒരു ഏജ് വരെയൊക്കെ നമ്മൾ ബലം പിടിച്ച് പലതിനെയൊക്കെ നേരിടും. കുറെ കഴിഞ്ഞാൽ കൊലാപ്സ്. മനസ്സിലായില്ലേ? കുറെ കഴിഞ്ഞാൽ തളർന്നു പോകും, തകർന്നു പോകും, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഈ തരത്തിലൊരു അഹങ്കാരം കൊണ്ട് മുന്നോട്ട് പോകരുത്, അനുഷ്ഠാനം കൊണ്ട് മുന്നോട്ട് പോകണം. പാഞ്ചാലിയൊക്കെ നോക്കൂ നിങ്ങള്. പാഞ്ചാലിക്ക് അനുഷ്ഠാനം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റി. കുന്തിദേവിക്ക് അനുഷ്ഠാനം കൊണ്ട് പോകാൻ പറ്റി. ഗാന്ധാരിക്ക് പറ്റിയില്ല. അതുകൊണ്ട് യുദ്ധക്കളത്തിൽ പൊട്ടി തകർന്നു. അവസാനം മണ്ണെടുത്ത് കൃഷ്ണനെ ശപിക്കേണ്ടി വന്നു. നീയും നിന്റെ കുലവും നശിക്കട്ടെ കൃഷ്ണ എന്ന് ശപിക്കേണ്ടി വന്നു. താങ്ങാനുള്ള കഴിവ് വേണ്ടേ? മനസ്സിലാവുണ്ടോ?
അതെങ്ങനെ അറിയാൻ നിങ്ങൾക്ക് താങ്ങാനുള്ള ഒരു കഴിവുണ്ടോ? നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരാളോടുള്ള ദേഷ്യം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പതഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, സർഫ് വെള്ളത്തിലിട്ട് എന്താ സംഭവിക്കുക? അതിങ്ങനെ പൊങ്ങി വരുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ ആ പ്രതികാരം പൊങ്ങി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇത്രയും കാലം അമ്പലത്തിൽ പോയിട്ടും ശങ്കരൻ തെങ്ങ് തന്നെയാണ്. ഒരു മാറ്റവും കേട്ടതേ ഇല്ല നിങ്ങള്. ഒരു മാറ്റവും നമുക്ക് സംഭവിച്ചിട്ടില്ല. അപ്പം മന്ത്ര ദീക്ഷ വേണം. എന്ത് വേണം? അപ്പൊ നിങ്ങളൊക്കെ ഡെയിലി ഒരു 108 തവണയെങ്കിലും എന്ത് വേണം? മന്ത്രം ചൊല്ലുന്ന ഒരു സംസ്കാരം, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരു അമ്പലത്തിൽ പോയാൽ എന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കും. മന്ത്രം ജപിച്ച് അതൊരു 108 തവണയെങ്കിലും ജപിച്ചിട്ടേ അവിടുന്ന് പോരാവും. പ്രദക്ഷിണവും വെക്കണം, നാമം ജപിക്കണം. പ്രദക്ഷിണം വെക്കുമ്പോൾ ആരോഗ്യം, ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിന് സമചിത്തത, മനസ്സിലായില്ല? മനസ്സിന് ആത്മബലം വേണോ? ഈ രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ തലമുറ? ശരീരം കൊണ്ട് ആരോഗ്യവും ഉണ്ടാവും, മനസ്സിന്. അവർക്ക് പറയൂ, ഇതൊക്കെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ആലോചിച്ചു നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു അവസ്ഥ. ഒരു ചുക്കും അറിയില്ല, എന്നാ ചെയ്യുന്നത് കണ്ടാൽ ഇത്ര അറിവുള്ള ഒരാൾ ലോകത്തിലും ഇല്ല. മനസ്സിലായില്ലേ? ഒരു വിവരമില്ലാത്ത ഒരു വർഗങ്ങളായി നമ്മൾ മാറി. ആണോ? ഇതിലൊരു മാറ്റം വരുത്തണ്ടേ? ഒരു മാറ്റം വരുത്തണമെന്ന് എത്ര പേര് തീരുമാനിച്ചു? ഇനിയെങ്കിലും. അപ്പൊ ഇത്രയും കാലം നന്നായില്ല എന്ന് ഉറപ്പല്ലായിരുന്നോ? ഇനിയെങ്കിലും നന്നാവണ്ടേ? ജീവിതത്തിലൊരു മാറ്റം വേണ്ടേ? അല്ല, അറിഞ്ഞുകൊണ്ട്, ഞാൻ നിങ്ങളെ കളിയാക്കല്ല, അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷനാണ് ഇല്ലേ? ഒരു കാര്യം നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു തൃപ്തി ഉണ്ടാവൂല്ലയോ? അറിയാതെ നിങ്ങൾ ചെയ്താൽ, ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. എന്നാൽ ആരോ നിങ്ങളോട് പറഞ്ഞു ഈ കറി ഉണ്ടാക്കി നോക്കൂ, നിങ്ങളത് ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇത് എങ്ങനെ വായിക്ക് വെക്കാൻ പറ്റുമോ, വായിൽ വെക്കാൻ പറ്റുമോ, വായിൽ ആരും നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്റെ അനുഭവം പറയണത്, ഈ പച്ചമഞ്ഞൾ കൊണ്ടൊരു കറി ഉണ്ടാക്കും രാജസ്ഥാനില്. പച്ചമഞ്ഞൾ ചീകിയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവര് കറി ഉണ്ടാക്കും. അപ്പൊ എനിക്കിത് ഞാൻ ഒരിക്കൽ കഴിച്ചിട്ട്, 1 2 3 തവണ കഴിച്ചത്. അപ്പൊ ഞാനൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് ഉണ്ടാക്കണം. അപ്പൊ അന്ന് ഉണ്ടാക്കിയ രാജസ്ഥാനിലെ ആ ഫാമിലിയോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത് എങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇവർക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കണം. ഇവരെന്താ അറിയാം, ഓരോ പ്രാവശ്യം ഓരോ നെടുമ്പിൾ എനിക്കത് ടേസ്റ്റ് ചെയ്യാറില്ല. അവർക്ക് എന്റെ ഒരു ഉറപ്പില്ല ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അവസാനത് വായിൽ വെക്കാൻ പറ്റാത്ത കൊലത്തിലാക്കിയത് വേറെ കാര്യമാണ്. കാരണം അത് ശീലമില്ലാത്തതുകൊണ്ട്. നേരെ മറിച്ച് ഒരാൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്കത് എങ്ങനെയാ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഒരു അനുഭവം ഉണ്ടാവും. ആണോ അല്ലയോ? ഈ രീതിയിൽ നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം അറിഞ്ഞനുഷ്ഠിക്കുമ്പോൾ മനസ്സിന്റെ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതലായിരിക്കും. അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ മനസ്സ് ഒരിക്കലും അതിൽ സഹകരിക്കില്ല. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ മനസ്സ് പലയിടത്തേക്കും പോവാൻ കാരണം എന്താണ്? നമ്മളതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്താ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? പലരും പറയില്ലേ, നിങ്ങൾക്കൊക്കെ പറഞ്ഞാലേ ഞാൻ നിർത്തുള്ളൂ. എന്താ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? ബ്രഹ്മപ്രാപ്തി. അപ്പൊ എന്താ ബ്രഹ്മപ്രാപ്തി? വെറുതെ ഇങ്ങനെ തത്തമ്മേ പൂച്ച പറയരുത്, ബോധത്തിൽ പറയണം. ഏതിൽ നിന്ന് വന്നുവോ എന്റെ ശരീരം മണ്ണിലേക്ക് പോകാൻ അതിൽ നിന്നാണ് വന്നത്. പ്രാണവായു, ശ്വാസം, എന്റെ ശരീരത്തിലെ ജലാംശം, ഇതൊക്കെ പോകുന്നത് ഏതിൽ നിന്ന് വന്നു? അതുപോലെയാണ് എന്റെ മനസ്സും ഒരു പൂർണ്ണതയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോകേണ്ടതും ഇതാണ് ബ്രഹ്മം. ഇനി എന്താ ബ്രഹ്മം എന്ന് എനിക്ക് അറിയില്ലെങ്കിലും അതിലേക്ക് എത്താനുള്ള വഴിയാണ് ധർമ്മനിഷ്ഠ. എന്താണ്? അതാണ് ആചാരനിഷ്ഠ. ധർമ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ ആചാരപ്രഭവോ ധർമ്മ, ആചാരനിഷ്ഠ. മനസ്സിലായില്ലേ? ഇനി ഞാൻ മാത്രം ആചാരം അനുഷ്ഠിച്ചാ പോരാ, ഇനി വേറൊരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുള്ളത്. അതിന്റെ പേരാണ് ലോകസംഗ്രഹം. അത് പറയാനാണ് ഗീതയിൽ 3-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം നിങ്ങളോട് എടുക്കാൻ പറഞ്ഞത്. നേരത്തെ കൃഷ്ണൻ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് ഈ കറക്കൊക്കെ ഞാൻ കറങ്ങിയത്, അല്ലെ? അവിടെയാണ് കൃഷ്ണൻ പറയുന്നത്, കർമ്മണൈവ ഹി സംസിദ്ധ്യം ആസ്ഥിതോ ജനകാദയ ലോകസംഗ്രഹമേവാഭി സംപശ്യൻ കർത്തുമർഹതി. ലോകസംഗ്രഹം എന്താ പറയാ? അത് എന്ന് പറയാൻ എന്താ അർത്ഥം? ഞാൻ ധർമ്മത്തെ ആചരിക്കുകയും വേണം, ലോകത്തെ
ദൈവത്തെ സംഗ്രഹിച്ചുകൊണ്ട്, ഗ്രഹിക്കുക പറഞ്ഞാൽ കൈ പിടിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവരെയും നയിക്കണം. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നന്നാവയാ പോരാ, മറ്റുള്ളവരെയും നന്നാക്കണം. അതിന്റെ മറ്റൊരു പേരാണ് സത്സംഗം. എന്താണ് സത്സംഗം? അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിച്ചാൽ വ്യക്തികൾ നന്നാവും, കുടുംബം നന്നാവും, സമൂഹം നന്നാവും. നമുക്ക് ദൈവം വ്യക്തിയല്ല, നമുക്ക് ദൈവം ദൈവീകതയാണ്. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം, നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവം എന്ന വാക്ക് വരുന്നത് ദീപം എന്ന ശബ്ദത്തിൽ. ദിവ് എന്നാണ് റൂട്ട്. ദീപം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ദീപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിളക്കെന്നല്ല, വെളിച്ചെന്നാണ് ദീപം എന്നുള്ളത്. എന്താ അർത്ഥം? അവർക്ക് പറയൂ. അപ്പൊ ദൈവീകം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആത്മപ്രകാശം. എന്താ പറയാ? ഉള്ളിലുള്ള ആത്മപ്രകാശത്തെയാണ് എന്ത് പറയാ? ദൈവീകം. അപ്പൊ നമുക്ക് ഏത് വിഗ്രഹങ്ങളെ നിങ്ങൾ കാണുമ്പോഴും, വ്യക്തിയെ കാണുമ്പോൾ, ഒരു വ്യക്തിയുടെ രൂപത്തിലല്ലേ ഭഗവാനെ കാണുന്നത്, ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ ദൈവീകത ഉള്ളിൽ കാണണം. വ്യക്തിയെ നമ്മൾ പുറത്ത് കാണുമ്പോൾ ദൈവീകത എവിടെ കാണണം? ഉള്ളിൽ കാണണം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് മനസ്സിലായില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു അമ്മ മകനെ കാണണോ, അല്ലെങ്കിൽ മകളെ കാണണോ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കാണും. ആ കാണുന്ന സമയത്ത് ഒരു വ്യക്തിയാണ് മുന്നിൽ നിൽക്കുന്നെങ്കിലും, അമ്മയെ സംബന്ധിച്ച് മകനാണ് മുന്നിൽ നിൽക്കുന്നെങ്കിലും, ആ സ്നേഹം എന്ന വികാരം എവിടെ വരിക? കുറേ കാലത്തിന് ശേഷം മകൻ വരികയാണ്. വീട്ടിൽ വരുമ്പോ അമ്മയുടെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടാവില്ലേ? ഓ എന്റെ മകൻ. ആ വികാരം എവിടെ വരുന്നത്? ഇതുപോലെ ഭർത്താവിനെ കാണുമ്പോ, കുറെ കാലം ഗൾഫിലൊക്കെ ജോലി ചെയ്ത് വരുന്ന ഒരു ഭർത്താവിനെ കാണുമ്പോ എന്റെ ഭർത്താവ് ഇല്ലേ, ഒരു സ്നേഹം ഉള്ളിൽ വരുമോ? പറയൂ. ഒരുപക്ഷെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം അയാളൊരു വ്യക്തിയാണ് എല്ലാവർക്കും. പക്ഷെ ഒരാളുടെ ഉള്ളിൽ എന്റെ സ്വന്തം എന്നൊരു വികാരം വരുന്നു. ഉണ്ടോ? ഇതുപോലെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ രൂപം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട മറ്റൊരു ഭാവമാണ് ഉള്ളിൽ തോന്നുന്ന ദൈവീകത. ആ ദൈവീകത എങ്ങനെയാ തോന്നുക? നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവീകത വരും. ഏത് വരും? അത് നാമം ജപിച്ചാൽ തന്നെ കിട്ടും, അല്ല കിട്ടില്ല. അപ്പൊ നമുക്ക് ഉള്ളിലാണെന്ന് മനസ്സിലാവും. നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ നമ്മളോട് ദൈവത്തെ കാണാൻ പറഞ്ഞത് എവിടെയാണ്? എവിടെ കാണാൻ പറഞ്ഞത്? നിങ്ങളൊക്കെ ഹരിനാമകീർത്തനൊക്കെ വായിക്കുന്നവരല്ലേ? അർക്കന്നലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് എവിടെയാണ് നോക്കാൻ പറഞ്ഞത്? നാരായണ ഗുരുദേവനെ പോലുള്ളൊരു മഹാഗുരു കണ്ണാടി പ്രതിഷ്ഠിച്ചു. കേട്ടിട്ടുണ്ടോ? കണ്ണാടി പ്രതിഷ്ഠിച്ചു. കേട്ടിട്ടുണ്ടോ? എവിടേക്ക് നോക്കാനാണ്? കണ്ണാടിയിൽ നോക്കാനാണോ? എങ്ങോട്ട് നോക്കാനാണ്? അവനവന്റെ അന്ധരാ. ഗീതയിലൊക്കെ കൃഷ്ണൻ പറയുന്നത് ഏത് ജ്യോതിയാണ് കാണുന്നത്? നിങ്ങളൊരു അമ്പലത്തിൽ പോകുമ്പോൾ വിഗ്രഹം പുറത്ത് കാണുമ്പോൾ അകത്ത് അന്തർജ്യോതി കാണണം. ഏത് ജ്യോതി? ഗീതയിൽ 5:24. ഗീത 5-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകം. ഭഗവത്ഗീതയില് പറയണു, യോന്ത സുഗന്ധരാരാരമ തഥാന്തർജ്യോതിരേവച സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മ ഭൂയോപി കൽപ്പതേ. അല്ലേ ശ്ലോക തന്നെ? യോന്ത സുഗോന്ത അന്തരാരാമ. അന്തരാരാമ, അന്തരാരാമ എന്ന് പറഞ്ഞാൽ തന്റെ ഉള്ളിൽ. അതാണ് നമ്മളോട് കണ്ണടച്ചൊക്കെ ജപിക്കാൻ പറയുന്നത്. എത്ര കണ്ണടച്ച് ജപിക്കുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ദൈവീകത ഉണരും. ആ ദൈവീകതയാണ് യഥാർത്ഥ ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിയല്ല, വ്യക്തിത്വമാണ്. അല്ലെങ്കിൽ വ്യക്തിത്വം എന്നുള്ള വാക്ക് വിട്ടോളൂ, ദൈവീകതയാണ്. എന്താണ് ആ ദൈവീകത ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. ഗീതയിൽ 18:61. നിങ്ങൾക്കൊരു 1000 ശ്ലോകങ്ങൾ കാണിച്ചു തരാം. ഗീതയിൽ കൃഷ്ണൻ ഇത് തന്നെ ആവർത്തിക്കും.
അവിടെ പറയും ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ ആണോ? ഗീതയില് അർജുനനോട് പറയാണ്, അർജുന ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. പറയൂ, ഈശ്വര സർവഭൂതാനാം, പറയൂ, ഹൃദ്ദേശേ തിഷ്ഠതി. എവിടെയിരിക്കുന്നത്? അപ്പം ഈശ്വരൻ ഏത് രൂപത്തിലായിരിക്കുന്നത്? ഈശ്വരൻ ബോധരൂപത്തിലാണ്. ഇപ്പോഴതൊക്കെ പറഞ്ഞാൽ നമുക്ക് പിടികിട്ടില്ല. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ഈ നമുക്കുണ്ടല്ലോ ചില വാക്കുകൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കി. ഈ ബോധം എന്ന് പറയുന്ന വാക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച വാക്കാണ്. ഇപ്പോ നമ്മുടെ ബോധം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ബോധം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പരിമിതമായി കാണും. എങ്ങനെ? മനസ്സിലായില്ല? ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്യാം, എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ആണോ? ആണോ? ഒരുപാട് ഫോട്ടോസ് വന്ന് നിറഞ്ഞാൽ, വീഡിയോസ് വന്ന് നിറഞ്ഞാൽ, പിന്നെ നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പം മെസ്സേജ് വരും. എന്താണ്? എന്താ മെസ്സേജ് വരിക? സ്റ്റോറേജ് ഫുൾ. വരില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ കാർഡുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ആ ഡിസ്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മാറ്റാം, ഇല്ലേ? മെമ്മറി കൂട്ടാം. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഒരു മൊബൈലൊക്കെ വാങ്ങിക്കുമ്പോൾ എത്ര മെമ്മറി വേണമെന്ന്. 1 TB 2 TB ഒക്കെ ഉള്ള മെമ്മറിയുള്ള ഫോണുകളുണ്ട്, എക്സ്പെൻസീവ് മൊബൈലുകളുണ്ട്. അപ്പൊ അത്രയും അതിൽ മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റും. ആണോ? ആണോ? അപ്പം ആ മെമ്മറിക്ക് അനുസരിച്ച് അതില് സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ ഫ്രിഡ്ജ്, നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ്, അതിന്റെ ഉള്ളിലുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ അതിന്റെ അകത്ത് ഉറക്കെ പറയൂ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങും. ഇനി ചോദിക്കട്ടെ, നമ്മുടെ ബോധത്തിൽ നിങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് എത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്? ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ മെമ്മറി സ്റ്റോറേജ് എന്നുള്ള രീതി കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ കണ്ട സ്വപ്നങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു ഹാർഡ് ഡിസ്കിലേക്ക് ആക്കിയിരുന്നെങ്കിൽ എത്ര മെമ്മറി വേണ്ടി വരും? വല്ല കണക്കുണ്ടോ? കണക്കുണ്ടോ? ഇല്ല. ഇനി നോക്കൂ, ഇനിയും എന്തൊക്കെ ഏടാകൂടം വേണോ അതൊക്കെ കുത്തി നിറയ്ക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? മെമ്മറി ഫുൾ, സ്റ്റോറേജ് ഫുൾ വന്നിട്ടുണ്ടോ? ഞാൻ ചിരിപ്പിക്കല്ല, വന്നിട്ടുണ്ടോ? ഇല്ല. അതിനർത്ഥം എന്താണ്? ഇനിയും നിങ്ങളുടെ തലയിൽ പലതും ഉറക്കേറ്റാം, ഇനിയും നിങ്ങൾക്ക് പലതും പഠിക്കാം. ആണോ? നിങ്ങളുടെ ബോധത്തിന് പരിമിതിയില്ല. എന്തില്ല? ഇപ്പൊ നമ്മളിൽ ഒരു പരിമിതിയില്ലാത്തൊരു ബോധമുണ്ടോ? കൂടെ വന്നില്ലേ? നിങ്ങളെ പിടികിട്ടിയില്ല. പരിമിതിയില്ലാത്ത ഒരു ബോധം നമ്മളിൽ ഉണ്ടോ? അതിന്റെ പേരാണ് ബ്രഹ്മം. അതിനെ വിളിക്കുന്ന പേരാണ് ദൈവം. അപരിമിതമായ ബോധം. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പരിമിതമാക്കുന്നു. ഞാൻ എന്റെ ഓർമ്മ, എന്റെ ചിന്ത, എന്റെ അതിൽ പരിമിതം. അപ്പൊ നിങ്ങളുടെ സ്വാർത്ഥത, നിങ്ങളുടെ പ്രശ്നങ്ങള്, അതിന്റെ ഒരു പരിമിതിയിൽ മാത്രം നിങ്ങൾ നിൽക്കുന്നു. ഏതുപോലെ എളുപ്പം മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എന്താ പറയാ, പന്തല് കെട്ടി ഒരു നല്ലൊരു ഓഡിറ്റോറിയം പോലെ ഉണ്ടാക്കി. അത് പ്രത്യേകിച്ച് ഈ ജർമ്മൻ ഈ ടാർപോളിൻ ഷീറ്റൊക്കെ വെച്ച് കെട്ടുമ്പോൾ നമുക്ക് നല്ല ഒരു ഓഡിറ്റോറിയം പോലെ തോന്നുന്നുണ്ട്, അല്ലേ? ഇപ്പൊ ഇത്രയും കപ്പാസിറ്റി ഇതിനകത്തുണ്ട്. എന്നാൽ ഈ കപ്പാസിറ്റിയെ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷീറ്റുകളൊക്കെ ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതിന്റെ സ്പേസ് ഒക്കെ പറയൂ കൂടി. കാരണം ഇതിന്റെ ഈ സ്പേസ് എന്ന് പറയുന്നത് പുറത്തുള്ളൊരു അനന്തം സ്പേസിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ആണോ അല്ലയോ? ഇതുപോലെ നമ്മള് 4 ചിന്ത കൊണ്ട് ബോധത്തിന് ബോർഡർ ഇട്ടു. നിങ്ങൾ പന്തലിട്ടു. ഏതാ 4 ചിന്തകള്? ഞാൻ പറയൂ, ഞാൻ എന്റെ എന്റെ മൂന്നാമത്തത്
നമ്മൾ ഓരോരുത്തരും കൂടുതൽ ചിന്തിക്കുന്ന ഈ എന്റെ എന്ന് പറയുന്നതിനൊപ്പം കുറച്ചുകൂടി തീവ്രമായി നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ് എന്താണ് പറയുക, നമ്മള് സ്വന്തം എന്നുള്ളത്. എന്താണ്? അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളത്. എന്റെ എന്ന് കഴിഞ്ഞാൽ അടുത്തതാണ് ഇഷ്ടം. എന്റെ ഇഷ്ടം. ഇനി നാലാമത്തതോ, എന്റെ ഇഷ്ടത്തിനല്ലെങ്കിൽ എല്ലാം എന്റെ ശത്രുത, എന്റെ ഇഷ്ടക്കേടുകൾ, അല്ലെങ്കിൽ എന്റെ ഇഷ്ടമില്ല. ഇതിനെ പറയും രാഗദ്വേഷം എന്ന് പറയും. എന്താണ്? ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമില്ലായ്മ, ഇതാണ് നമ്മുടെ ബൗണ്ടറി. ഇതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. എന്റെ ഇഷ്ടത്തിനാണ് ജീവിതം വരുന്നെങ്കിൽ അടിപൊളി. എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ വരുന്നെങ്കിൽ അസ്വസ്ഥത, ടെൻഷൻ, ദേഷ്യം, വെറുപ്പ്, ഫൈറ്റ് ആണോ? വെറുതെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും മൈൻഡ് ആണോ? അല്ലേ? ഇപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, കാലാവസ്ഥ വലിയ കുഴപ്പമില്ല. ഒരുപക്ഷെ നമ്മൾ മെയ്യിലാണ് ഇങ്ങനെ ഒരു ഹാളിൽ സപ്താഹം നടന്നുപോയിരിക്കുക, ചൂട്ട് പൊള്ളിയിട്ട് ഇവിടെ ഇരിക്കില്ല. അപ്പൊ നിങ്ങൾ ഫാനിന്റെ ചോട്ടിലൊരു സീറ്റ് തരാക്കി, നിങ്ങൾ എവിടെയോ ബാത്റൂം പോയി തിരിച്ചു വരുമ്പോഴേക്ക് ആരോ സീറ്റ് കയറിയിരിക്കണം. നിങ്ങൾ പുറകിലിരുന്ന് ഞാനിനി എന്ത് ഭാഗവതം പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ സീറ്റാണത്, ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആണോ അല്ലയോ? ഇത് തന്നെയാണ് കുടുംബജീവിതത്തിലൊക്കെ നടക്കുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്നതാണ്. ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടി ഒരിടത്തേക്ക് പോകുമ്പോൾ ഭർത്താവ് ഏതെങ്കിലും സ്ത്രീയോട് വർത്തമാനം പറയുമ്പോൾ ഭാര്യ കാണിച്ചരാ മനുഷ്യ. ഇതുപോലെയാണ് ഭാര്യയ്ക്കും പ്രശ്നം, ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിനും പ്രശ്നം. ഭാര്യ ഏതെങ്കിലും ഒരു പെണ്ണിന് ആളോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഇത്തിരി ആടിയിട്ടാണ് വർത്തമാനം പറയുന്നത്. ശരിക്ക് തരാം, എന്റെ ആട്ടം ഞാൻ ശരിക്ക് തരാം. ഇല്ലേ? ശരിയല്ലത് അതല്ലേ? സംശയത്തിന്റെ പേരിൽ തല്ലുന്നതും കൊല്ലുന്നതും ഒക്കെ ആണോ? അപ്പൊ ഈ തരത്തിൽ എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമില്ല, രാഗദ്വേഷം ഉണ്ടോ? ഗീതയിൽ 2-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു രാഗദ്വേഷോ വിവസ്ഥിതോ തയോർനവശമാകിച്ച് തൗ പരിപന്ഥിനോ. ഈ 2 സാധനം നമ്മുടെ ശത്രുക്കളാണ് എന്ന് കൃഷ്ണൻ ഗീതയിൽ നിൽക്കട്ടെ. അപ്പൊ ഏതായാലും ഒരു അപരിമിതമായ അനന്തമായ ബോധം നമ്മളിൽ ഉണ്ടോ? ആ ബോധത്തെയാണ് ഈശ്വരൻ, ഭഗവാൻ, ബ്രഹ്മം, പരമാത്മാ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ദൈവമല്ല ഉള്ളത്, ദൈവീകതയാണുള്ളത്. എന്താ ഉള്ളത്? നിങ്ങളിൽ ഒരു അപരിമിതമായ ബോധമുണ്ട് എന്നത് വിശ്വാസമാണോ, ഒരു യാഥാർത്ഥ്യമാണോ? നിങ്ങളിൽ പരിധിയില്ലാത്ത എത്രയോ ഇനിയും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോധമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണോ, അതോ ഒരു വിശ്വാസമാണോ? ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ വിശ്വസിക്കേണ്ട. യാഥാർത്ഥ്യത്തെ നിങ്ങൾ, അത് സത്യമാണ്. യാഥാർത്ഥ്യം സത്യമാണ്. എന്താണ് വാക്ക്? നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്ന് സത്യമാണ്. കാരണം യാഥാർത്ഥ്യമാണ്. ആണോ? ഞാൻ വിശ്വസിക്കണം. ഇതുപോലെ എന്നിലൊരു പൂർണ്ണ ബോധമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. അതുകൊണ്ട് ഭാരതീയർക്ക് ഈശ്വരൻ വിശ്വാസമല്ല, സത്യമാണ്. സത്യം പരം ധീമഹി സത്യമേവ ജയതേ. ഈശ്വര സത്യം. ഹിന്ദിയിൽ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു. എന്താണ്? ഈശ്വര സത്യഹേ ശിവസത്യഹേ വിശ്വാസഹേ എന്നല്ല. വിശ്വാസം എന്നത് ഏറ്റവും അധപ്പതിച്ച വാക്കാണ്. നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതെന്റെ വിവരക്കേടോ, അതെന്റെ സംസ്കാരശൂന്യതയുമാണ്. ആണോ? മനസ്സിലായി? നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതൊരു സംസ്കാരത്തിന് ചേർന്നല്ല. ആണോ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? യാഥാർത്ഥ്യത്തെ വിശ്വസിക്കേണ്ട കൂടെ വന്നില്ല. യാഥാർത്ഥ്യത്തെ വിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല. യാഥാർത്ഥ്യം എപ്പോഴും യാഥാർത്ഥ്യം തന്നെയാണ്, അത് സത്യമാണ്. ഹിന്ദു മതത്തെ സംബന്ധിച്ച് ദൈവം സത്യമാണ്. ദൈവമല്ല വാസ്തവത്തിൽ ആ വാക്ക് ദൈവീകത. എന്താണ്? അതുകൊണ്ടാണ് കൃഷ്ണനൊക്കെ പറയുന്നത്, നിങ്ങൾ രൂപത്തെ കാണുമ്പോഴും ദൈവീകത ഉള്ളിൽ കാണണം. നാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതീക്ഷിക്കുമ്പോൾ കണ്ണാടി പുറത്ത് കാണുമ്പോഴും
അതിലെ ദൈവീകത, അതിലുള്ള ആ റിഫ്ലക്ഷൻ ഉള്ളിക്കാണണം. മനസ്സിലാവുണ്ടല്ലോ. ഗീതയിൽ 7:24 ഇതൊക്കെ നിങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്ഷേത്രത്തിൽ പോയാൽ വെറുതെ തൊഴുതു മാത്രം പോയാൽ പോരാ, അവിടെ ഇരുന്ന് കുറച്ച് 108 തവണയെങ്കിലും നാമം ജപിച്ച് ഉള്ളിലുള്ള ദൈവീകതയെ ഉണർത്തണം. അവിടെ കൃഷ്ണൻ പറയുന്ന വരികൾ നോക്കൂ. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ. അവ്യക്തം, ഞാൻ എല്ലാവരുടെ ഉള്ളിലും അവ്യക്തമായി ഉണ്ട്. ഏതു രൂപത്തിൽ? കൂടെ വന്നില്ല. ഞാൻ എല്ലാവരുടെ ഉള്ളിലും അവ്യക്തമായുണ്ട്. അവ്യക്തം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ പൂർണ്ണ ബോധത്തെ നിങ്ങൾക്ക് കൈവരിക്കുന്നതുവരെ അത് അവ്യക്തമാണ്. ഉള്ളിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കൈവരിക്കാൻ അത്ര എളുപ്പമല്ല. അത് കൈവരിച്ചെത്തുന്നത് വരെ നിങ്ങൾക്കത് അവ്യക്തമാണ്. ഒരു തുള്ളി വെള്ളത്തിന് കടലിൽ അതിലാണ് എത്തേണ്ടതെങ്കിലും അത് എത്തിച്ചേരുന്നത് വരെ അവ്യക്തമാണ്. ആണോ? കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്കത് വ്യക്തമായിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്കത് കൈവരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ളിലുള്ള അവ്യക്തമായ തത്വത്തെ നിങ്ങൾ കേവലം വ്യക്തിമന്യത്തെ, ഒരു വ്യക്തിയായി മുന്നിലുള്ള ഒരു ദൈവമായി കണ്ടുപോയാൽ അബുദ്ധയ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത വർഗമാണ്. നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്. അപ്പൊ വിഗ്രഹങ്ങളെ തൊഴുമ്പോൾ തന്നെ ദൈവീകത എവിടെ കാണണം? ഉള്ളിൽ കാണണം. ഒരു ശ്ലോകം കൂടി നിങ്ങളുടെ തലയിൽ ഉറപ്പിക്കുകയാണ്. ഭാഗവതം 3ാം സ്കന്ധം 29-ാം 25-ാം ശ്ലോകം. ഇത് കപില ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. സാക്ഷാൽ കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്ലോകങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ട്. ഞാൻ നിങ്ങളുടെ കയ്യിലൊക്കെ ഭാഗവതം ഉള്ളത് കൊണ്ട് എളുപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചില ശ്ലോകങ്ങൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം. 3ാം സ്കന്ധം 29-ാം അധ്യായം 25-ാം ശ്ലോകം. ശരി, അവിടെ പറയുന്ന ശ്ലോകം ഇതാണ്. അർച്ചാദോ അർച്ചയേത് താവതീശ്വരം മാം സ്വകർമ്മഗത് യാവത് ന വേദ സ്വഹൃതി സർവഭൂതേഷു അവസ്ഥിതം. നിങ്ങൾ നോക്കൂ, ഭഗവാൻ പറഞ്ഞു കൊടുക്കണം സർവഭൂതേഷു അവസ്ഥിതം. എവിടെയാണ്? സർവഭൂതേഷു അവസ്ഥിതം, അല്ലാതെ വിഗ്രഹത്തിൽ അവസ്ഥിതം എന്നല്ല പറഞ്ഞു. എവിടെയാണ്? എല്ലാ ഭൂതങ്ങളിലും അവസ്ഥിതമായിരിക്കുന്ന എന്നെ എവിടെ കാണണം നിങ്ങൾ? ഹൃദി വേദ. എവിടെയാണ് അറിയേണ്ടത്? ഹൃദി. എവിടെ അറിയണം? ഹൃദയത്തിൽ. അപ്പൊ നമ്മളോട് ആ ദൈവീകത കാണാൻ പറയുന്നത് എവിടെയാണ്? ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കും. എവിടെയാണ്? ഹൃദയത്തിലാണ്. അത് ഉറച്ചു കിട്ടുന്നത് വരെ അർച്ചാദോ അർച്ചയേത്, ഒരു വിഗ്രഹത്തെ അർച്ചിച്ചുകൊണ്ടു. ഒരു വിഗ്രഹത്തെ അർച്ചിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? കേവലം വിഗ്രഹത്തെ തൊഴുതു പോവാനാണോ? ഒരു വിഗ്രഹത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനാണോ? സ്വന്തം ഹൃദയത്തിലുള്ള ദൈവീകതയെ അറിയാൻ വേണ്ടിയിട്ട്, അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ പറയുന്നത്? ഇതാണ് ഭാരതീയ ദർശനം. അപ്പൊ നമ്മൾ ദൈവവിശ്വാസികളല്ല, ദൈവീകത ഉള്ളവരാണ്. നമ്മുടെ ഭാഗവതത്തിൽ കൃഷ്ണൻ സ്വർഗപ്രാപ്തി നേടി, സ്വർഗാരോഹണം എന്നൊക്കെയാണോ നിങ്ങൾ കേട്ടത്? കൃഷ്ണൻ സ്വർഗാരോഹണം എന്നൊക്കെയാണ്. ഇതൊക്കെ ആളുകൾ പൊട്ടത്തരം പറഞ്ഞ് പഠിപ്പിച്ചു പോയി. ഇങ്ങനെ ഒരു ശ്ലോകമേ ഭാഗവത്തിൽ ഇല്ല. ഭഗവാൻ സ്വധാമം എന്നാ പറയുക. നിങ്ങൾ അധ്യായം തന്നെ എടുത്തു നോക്കൂ. ഭാഗവതത്തിൽ 31-ാം അധ്യായം 11-ാം സ്കന്ധത്തിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി രചിച്ചിരിക്കുന്നത്. ഭഗവാൻ വിഭൂതിരാത്മനോ സുഖം. ഭഗവാൻ തന്റെ ഈ ശരീരത്തെ അഗ്നേയ സ്വധാമത്തിലേക്ക് ഭഗവാൻ പോയി. അപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്ക് ദൈവത്തിൽ വിശ്വാസവുമില്ല, സ്വർഗവും നരകവുമില്ല. നമുക്കുള്ളത് ദൈവപ്രാപ്തിയാണ്. എന്താണ്? നമ്മൾ ദൈവത്തിൽ നിന്ന് വന്ന് ആ ദൈവീകതയിലേക്ക് പോകുന്നവരാണ്. മനസ്സിലാവുണ്ടോ? അവർക്കൊക്കെ ദൈവം ഇരിക്കുന്ന സ്വർഗത്തിലേക്കാണ്. നമ്മള് ദൈവീകതയിലേക്ക് പോകുന്നവരാണ്. നമ്മൾ വ്യത്യാസം മനസ്സിലാവണം. നമ്മുടെ ദൈവീകത എവിടെയാണ്? ഉള്ളിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാൽ മറ്റു മതത്തിൽ നിന്നും ഹിന്ദുമതം വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അവര് മതം എന്ന് വിളിക്കുന്നത്. നമ്മൾ മതമല്ല, നമ്മൾ ആത്മീയ സംസ്കാരമാണ്. ഹിന്ദുമതം എന്നുള്ളതിന് ശരിക്കുള്ള പേരെന്താണ്? അതുകൊണ്ടാണ് അതിന് സനാതന
ധർമ്മം എന്ന് വിളിക്കുന്നത്. ഇതൊരു ആത്മീയ സംസ്കാരം. എന്താ ആത്മീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ 3 വാക്കുകൾ: ബ്രഹ്മപ്രാപ്തി, ധർമ്മ അനുഷ്ഠാനം, ലോകസംഗ്രഹം. പറയൂ. ഇത് ഡെയിലി നിങ്ങൾ പറഞ്ഞോളാം. കാലത്തെണീറ്റ് പറഞ്ഞോളം, രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞോളം. ചില മെഡിസിൻ ഒക്കെ ഉണ്ടല്ലോ, രാവിലെയും വൈകുന്നേരം കഴിക്കണം എന്നുള്ളത്. ഇതുപോലെ ഇത് 2 നേരം കഴിച്ചോളാം ഈ മരുന്ന്. ഏതൊക്കെയാണ് വാക്കുകൾ? നിങ്ങൾ എന്തിനാ ഭൂമിയിൽ വന്നത്? ബ്രഹ്മപ്രാപ്തി. എങ്ങനെ ബ്രഹ്മത്തെ പ്രാപിക്കാം? ധർമാനുഷ്ഠാനം. പിന്നെ നിങ്ങൾ ധർമാനുഷ്ഠാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എന്താണ്? ലോകസംഗ്രഹം. കൈപിടിച്ച് മറ്റുള്ളവരെ കൊണ്ടുപോകും. ഈ ഒരു വ്യക്തതയിൽ നിങ്ങൾ ജീവിച്ചു നോക്കൂ. ജീവിതം നിങ്ങൾക്ക് മാറ്റി മറയ്ക്കാൻ പറ്റും. അപ്പൊ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? ഈ ഒരു ദൃഷ്ടിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു പയ്യൻ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ തിരുവോണം, പിന്നെ അവിട്ടം ചവിട്ടം അടിയിടിയും ബഹളം കൂട്ടാനാണോ? എന്താ മിണ്ടാത്ത നീള്? ഇന്നിപ്പോ അതല്ലേ കാണുന്നത്. കല്യാണം കഴിഞ്ഞ് രണ്ടും കൂടി പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി അനുഗ്രഹമൊക്കെ വരും അല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കാലത്ത് എവിടെ പോവാ? എവിടെയാ? ക്ഷേത്രങ്ങളിലൊക്കെ പോകും, കാരണവന്മാരെയൊക്കെ പോയി കാണും. ഇപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എങ്ങോട്ട് പോവാണ്? ബാലിയോ കൊടൈക്കനാല് ഇല്ലേ, അവിടേക്കൊക്കെ പോകും. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ തന്നെ പരിപാടി ഒരു ടൂറൊക്കെ പോകും. അതിപ്പോ ഒരു ശീലമായി കഴിഞ്ഞു. ആണോ? പിന്നെ കഴിഞ്ഞ 2 വരുമ്പോണ്ടാവും കനാലിലാണ്. 2 കൊടയൊന്നും ഉണ്ടാവില്ല. അടി ഇടി സംശയ രോഗങ്ങള്. ഒരാൾ ഫോൺ എടുക്കുമ്പോഴേക്കും മറ്റയാൾക്ക് സംശയം, ഇയാൾ ഫോൺ എടുക്കുമ്പോൾ അയാൾക്ക് സംശയം. ഈ തരത്തിൽ അധപ്പതനം വന്നു പോയതിന്റെ കാരണം അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണം. വിവാഹം കഴിക്കുന്നതും ജീവിതം കൊണ്ടു നടക്കുന്നതും ബ്രഹ്മപ്രാപ്തി, ധർമ്മനുഷ്ഠാനം, ലോകസംഗ്രഹം, ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ഒരാളുടെ അടിമയാവാനല്ല, ഒരാളെ ഭരിക്കാനല്ല, ഒരാളുടെ ഇരയാവാനല്ല, മറ്റൊരാളെ കൈപിടിച്ചു കൊണ്ടുപോവാനാണ്. എങ്ങോട്ട് കൊണ്ടുപോകണം? ബ്രഹ്മപ്രാപ്തിയിലേക്ക്. അപ്പൊ അതിനുള്ളൊരു അനുഷ്ഠാനം ആർക്കുണ്ടാവണം? അനുഷ്ഠാനം ആർക്കുണ്ടാവണം? അവനവനുണ്ടാവണം. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ഇതാരും പഠിപ്പിച്ചിട്ടില്ല. ആര് പറഞ്ഞു കൊടുക്കും? ഏത് അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കും? അപ്പൊ ഡെയിലി നമ്മള് ഇത് 3 വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കുറച്ചു നേരം ഇരുന്ന് എന്ത് ചെയ്യണം? ജപിച്ച് 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 മനസ്സിനെ പാകപ്പെടുത്തിയാൽ ഒരു തുള്ളി വെള്ളം തോട്ടിലേക്കും പുഴയിലേക്കും അവസാനം കടലിലേക്കും എത്തുന്നത് പോലെ നമുക്കും നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു. നമുക്കും എവിടെ എത്തിച്ചേരാം? നിർമ്മല ബ്രഹ്മസിന്ധു വേണോ? ഇതാണ് ഋഷിവര്യന്മാര് നമുക്ക് കാണിച്ചു തന്നത്. ഇതിലേക്ക് നമ്മളെ എത്തിക്കാനാണ് നമ്മളിവിടെ ജീവിതം. അപ്പൊ പരീക്ഷത്തിന് മനസ്സിലായി എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായാലും ഇങ്ങനെ ഒരു ശാപം കിട്ടി. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ധർമാനുഷ്ഠാനം കൊണ്ട്, അതായത് ഉപാസന കൊണ്ട്, അല്ലെങ്കിൽ എന്റെ അനുഷ്ഠാനം കൊണ്ട് എന്റെ മനസ്സിനെ പതുക്കെ ഉയർത്തണം.
है, वैर नहीं पहचान है। जिनके भीतर शोर बहुत, उनके लिए तू तूफान है। गले में सर्प लिपटा फिर भी चेहरा शांत रहे। जो भी तेरे रंग में डूबे उसका मन निर्भीक रहे। काशी की गलियों में तेरा ही तो राज है। अंधकार